ഹലോ, എനിക്കറിയാം ഞാൻ ഒത്തിരി ലേറ്റായിട്ടാണ് ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. മൊഡ്യൂൾ 1 മാത്രമല്ല എല്ലാത്തിനകത്തും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നാളെയാണല്ലോ എക്സാം. അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇരുന്ന് ഞാൻ ഈ വീഡിയോസ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് പഠിച്ച് തുടങ്ങിയാലും മതി. നാളെ നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്തടുത്ത വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് MPFI എന്താണെന്നുള്ളതാണ്. MPFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കാർബറേറ്ററൊക്കെ അല്ലേ നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പകരം കൂടുതൽ ഫ്യൂവൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് MPFI എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പറയുന്ന 3 പോയിൻറ്റ്സ്. ഒന്നിൽ കൂടുതൽ ലൊക്കേഷൻസിലായിട്ട് നമുക്ക് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഒരു സിലിണ്ടറിന് ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഇനി അതിനകത്ത് മെയിനായിട്ട് കൺസിസ്റ്റ് ചെയ്യുന്നത് സെൻസറും അതുപോലെ ഇലക്ട്രോണിക് യൂണിറ്റുമാണ്, അതായത് ECU. ഇതാണ് മെയിനായിട്ട് അതിനകത്ത് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു 6 പോയിൻറ്റ് നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി. ഇത് മൊത്തത്തിൽ കണ്ടിട്ട് പേടിക്കേണ്ട. മൊത്തം ഒരു 6 റോള് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ECUൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECU ഇഗ്നിഷൻ ടൈമിങ്, അല്ലെങ്കിൽ എത്ര ഫ്യൂവലാണ് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യേണ്ടത് എൻജിനിന് വേണ്ടിയിട്ട്, അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ECU ആയിരിക്കും. ECUവിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെൻസേഴ്സ് ആയിരിക്കും. സെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷറും അതുപോലെ അവിടുത്തെ സ്പീഡ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേരിയസ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും ECUവിന്. അപ്പോൾ അങ്ങനെയാണ് ECU കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ എയർ ഇൻടേക്ക് ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു ദി മാനിഫോൾഡ്. ഓക്കെ. പിന്നെ ഫ്യൂവൽ പമ്പും ഹെഡറും, അതായത് ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ പമ്പുണ്ട്. ആ ഫ്യൂവൽ പമ്പ് ഫ്യൂവലിനെ പമ്പ് ചെയ്തിട്ട് ഒരു കോമൺ ഒരു സിലിണ്ടർ ഉണ്ടാവുമല്ലോ, നമുക്ക് അതിനകത്തേക്ക് ഒരു കോമൺ ഹെഡർ അല്ലെങ്കിൽ ഒരു ട്യൂബ് ഉണ്ടാവും. അതിനകത്തേക്ക് ഫ്യൂവലിനെ നമ്മൾ കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മളൊരു പ്രഷർ റെഗുലേറ്റർ കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ കോൺസ്റ്റൻറ്റ് പ്രഷർ കാര്യങ്ങൾ, അതായത് 3 ബാർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലൊരു പ്രഷർ റെഗുലേറ്റർ ഫിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ പറയുന്നത് ഇഞ്ചക്ഷൻ്റെ കാര്യമാണ്. അതായത് ഇപ്പം ഇതിനനുസരിച്ചിട്ട് നമുക്കിപ്പം ഓരോ സ്ഥലത്തും ഓരോ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ECU തന്നെയാണ് ഇതിന് എത്ര ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ പല പോർഷനിലായിട്ടായിരിക്കും നമ്മൾ ഈ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ. ആ പല സ്ഥലത്തായിട്ട് ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് നമ്മൾ മൾട്ടി പോയിൻറ്റ് ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇതിനൊരു എയർ ഫ്യൂവൽ റേഷ്യോ വരുന്നുണ്ട്. ദാറ്റ് ഈസ് 14.7:1 എന്നുള്ളൊരു റേഷ്യോയിലാണ് ഈ ഒരു എയർ ഫ്യൂവൽ റേഷ്യോ ഇതിനകത്ത് വരുന്നത്. അപ്പം ECU ആണ് ഈ ഫ്യൂവലിൻ്റെയൊക്കെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. പിന്നെ ECU ആണ് ഇതിനകത്തുള്ളൊരു സ്പാർക്കും കമാൻഡ് ചെയ്യുന്നത്. ഓക്കെ.